ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ പിസ്സയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുക്കുക, നല്ല പഴുത്ത തക്കാളി. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള നെടുകെ മുറിച്ചിട്ടേക്കുക. ഇനി ഒരു 4-5 വറ്റൽമുളക് കൂടി എടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 അല്ലിയോളം വെളുത്തുള്ളി ഇതിനകത്തേക്ക് എടുക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നൊരു 15 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതവിടെ നിന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഒരു 1/4 കപ്പോളം ചെറു ചൂടുവെള്ളം എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് അത് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 15 മിനിറ്റോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നല്ലോണം അത് ആക്ടിവേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ പൊങ്ങി വരാത്ത ഈസ്റ്റ് ആണെങ്കിൽ അത് ചീത്തയായതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് മിക്കവാറും കഴിഞ്ഞതായിരിക്കും. ഈ സമയത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി 2 കപ്പോളം മൈദാമാവ് ഇടുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഈ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റാണ്. നമുക്ക് അത് മുഴുവനായിട്ടും തന്നെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ നമുക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അല്പമായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട്. ഒരുമിച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അല്പമായിട്ട് വെള്ളം ഒഴിച്ച് ചേർക്കുക. ഇപ്പോൾ ഒരുവിധം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അല്പം എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എണ്ണ വെച്ച് കുഴക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ മാവും പാത്രത്തിലുള്ള എല്ലാ മാവും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അല്പം എണ്ണ ഇതിൻ്റെ മുകളിലും ഈ പാത്രത്തിലും എല്ലാം നന്നായിട്ട് തടവിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂറോളമാണ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടവൽ വിരിച്ചേക്കുക. എന്നിട്ട് ഇതിനെ 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ട് അതിന് ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയുടെ തൊലി നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അത് മാറ്റിയ ശേഷം നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒരു പ്യൂരി ആക്കി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, നല്ലൊരു റെഡിഷ് കളറിലാണ് നമുക്ക് ഈ സോസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതും കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സോസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാൻ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും സോസിൻ്റെ കുറച്ചൊരു ഭാഗം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മാത്രം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ബെറ്റർ. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഈ മുളക് പൊടിയുടെ കുത്തലൊന്ന് മാറുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും മതി. ഇനി ബാക്കിയുള്ള ആ സോസിൻ്റെ മിക്സും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഇതിനെ ഒന്ന് കുറുക്കി തിക്കാക്കി എടുക്കണം. അതുവരെ നമുക്ക് ഇതിനൊന്ന് ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും തന്നെ അതൊന്ന് കുറുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് ഒരു 2 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം കുറുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് റൂം ടെമ്പറേച്ചർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിൻ്റെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കെച്ചപ്പും, അതായത് ടൊമാറ്റോ കെച്ചപ്പുമാണ് ഞാൻ ചേർത്തത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്ക് പനീർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂണോളം നാരങ്ങ നീര്, അതായത് അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് തന്നെ ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പനീർ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. പനീർ എടുക്കുമ്പോഴേക്കും നമ്മൾ കുറച്ചായിട്ട് ഇടുക, കാരണം എല്ലാം ഒന്ന് ഈ ബാറ്ററിൽ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേശ്ശെയായി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ബാറ്ററിൽ. ഇനി അവസാനം എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായി കഴിഞ്ഞു. ഇനി ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ മാവ് എങ്ങനെയായെന്ന് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. വാവ്, ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം കൂടി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 10 മിനിറ്റോളം കുഴച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലൊരു ഹാഫ് എടുത്താൽ മതിയാവും. പക്ഷേ ഞാനിത് എൻ്റെ പിസ്സ ട്രേ ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ ഞാൻ 3/4 എടുക്കുന്നുണ്ട്, 3/4 ഭാഗം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചൊന്ന് റെഡിയാക്കാം. എന്നിട്ട് ഇതൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റും കൂടി വെക്കാം. അപ്പോൾ ഒരുപാടൊന്നും പൊങ്ങിയില്ലെങ്കിലും ഒരല്പം പൊങ്ങി കിട്ടും. അപ്പോൾ അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് പനീർ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ബാറ്ററിൽ മുക്കി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇടുമ്പോഴേക്കും ആ ബാക്കിയുള്ള ബാറ്ററുകളെല്ലാം തന്നെ ആ പനീരിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. കാരണം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വറുത്തെടുക്കുമ്പോഴേക്കും, അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ബാറ്റർ എല്ലാം കൂടിയിട്ട് ആ പനീറിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് തരും ഇതിന്. അപ്പോൾ അതുകൊണ്ട് പനീർ മാത്രം ഇടാതെ ആ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു അല്പം ഉപ്പ് തടവിയിട്ട് വെക്കാം. ഇനി ഇതാ നമ്മുടെ കണ്ടില്ലേ, ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എന്താ പറയുക മാവ്. ഇനി ആ മാവ് നമുക്ക് പിസ്സ ട്രേയിലേക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മാവ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ റോൾ ചെയ്തൊന്നും എടുക്കുന്നില്ല. ഈ പിസ്സ ട്രേയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിസ്സ ഇത് തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴേക്കും നടുഭാഗം ചെറുതായിട്ട് കട്ടി കുറഞ്ഞും പിന്നെ ആ അരികു വശം നല്ലോണം കട്ടി കൂടിയുമാണ് ഇരിക്കേണ്ടത്. പിസ്സ എല്ലാം കഴിക്കുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. നമ്മൾ ആ അരികു വശം കട്ടിയായിട്ടും നടുഭാഗം കട്ടി കുറഞ്ഞുമാണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ പിസ്സ സോസ് പുറത്തുനിന്ന് അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചീസ് ചേർത്ത് കൊടുക്കാം. ചീസെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
പനീറെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ക്യാപ്സിക്കോ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഓണിയൻ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞ് തക്കാളി കൂടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓവൻ 10 മിനിറ്റ് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ ഒരു 10 മിനിറ്റോളം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്